ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഒരു സക്സസ് സ്റ്റോറിയെ പറ്റിയിട്ടാണ് കേട്ടോ. നമ്മുടെ ചാനലിലെ ടിപ്സൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് എഗ്ഗിൻ്റെ ക്വാളിറ്റി നന്നായിട്ടുണ്ടാവുകയും പെട്ടെന്ന് തന്നെ പ്രഗ്നൻസി കിട്ടുകയും ചെയ്ത ഒരു സ്ത്രീയുടെ സക്സസ് സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. പണയം വെക്കാൻ വേണ്ടിയിട്ട് കെട്ടുതാലി മാത്രമേ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഡോക്ടർ IVF ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എന്നിട്ട് പോലും കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ ചാനലിലെ ടിപ്സൊക്കെ ഫോളോ ചെയ്തിട്ട് കൃത്യമായിട്ട് പോസിറ്റീവ് കിട്ടിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സക്സസ് സ്റ്റോറി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഏറ്റവും ആദ്യം തന്നെ ഫോളോ ചെയ്തത് കറുവപ്പട്ടയും അതുപോലെ കുറച്ച് ഗ്രാമ്പൂ ഉപയോഗിച്ചു എന്നുള്ളതാണ് കേട്ടോ. നോർമലി നമ്മുടെ ചാനലിൽ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നത് കറുവപ്പട്ട കുറച്ച് എടുക്കുന്നുണ്ടെങ്കിൽ കറുവപ്പട്ട വെള്ളം മാത്രം ഉപയോഗിക്കുക. ചില ആളുകളോട് ഗ്രാമ്പൂ വെള്ളവും കൂടി ഉപയോഗിക്കാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇവരുടെ ഫോളോ ചെയ്ത സക്സസ് സ്റ്റോറിയിൽ ഒരു ചെറിയ പീസ് കറുവപ്പട്ടയും ഒപ്പം 3-4 ഗ്രാമ്പൂവും കൂടി കഴുകിയിട്ട് കുതിർത്തി പിറ്റേ ദിവസം ഉപയോഗിച്ചു എന്നാണ് കേട്ടോ പറഞ്ഞത്. കറുവപ്പട്ടയുടെയും ഗ്രാമ്പൂവിൻ്റെയും ഗുണങ്ങൾ ശരീരത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ശരീരത്തിൽ ഹോട്ട് ഫ്ലാഷസ് ഉള്ള ആളുകളാണെങ്കിൽ, അതായത് ശരീരം ഇടയ്ക്കിടയ്ക്ക് ചൂടാകുന്ന സ്വഭാവമുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഈ ടിപ്പ് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. കറുവപ്പട്ട ഒരു ടിപ്പായിട്ട് മാത്രം എടുക്കുക, ഗ്രാമ്പൂ അടുത്തൊരു ടിപ്പായിട്ടും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കറുവപ്പട്ടയുടെയും ഗ്രാമ്പൂവിൻ്റെയും ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗ്രാമ്പൂവും കറുവപ്പട്ടയും നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുള്ള 2 ടിപ്സാണ് കേട്ടോ ഇവ രണ്ടും. എന്നാൽ ഈ ഒരു സക്സസ് സ്റ്റോറിയിൽ ഇവർ 2 ടിപ്സും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒന്നായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഓവുലേഷൻ നടക്കാത്തവർക്ക് കൃത്യമായിട്ട് ക്വാളിറ്റിയിൽ എഗ്ഗ് വളർന്ന് പൊട്ടുന്നതിനും എൻഡോമെട്രി തിക്കണായിട്ട് വളരുന്നതിനും ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഉണ്ടാകുന്നതിനും മറ്റുള്ള ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ഡിഫക്ട്സ് എഗ്ഗിനുണ്ടാകുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് കേട്ടോ ഈ 2 ടിപ്സ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ ശരീരത്തിൽ കുറവായിട്ടുള്ള ആളുകൾക്കും ഓവുലേഷൻ നടക്കുന്ന സമയത്ത് വജൈനൽ ഡ്രൈനെസ് ഫീൽ ചെയ്യുന്ന ആളുകൾക്കും അതൊക്കെ ഒന്ന് സെർവിക്കൽ മ്യൂക്കസിന്റെ കൗണ്ട് നന്നായിട്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ ഗ്രാമ്പൂവും കറുവപ്പട്ടയും ഉപയോഗിക്കുന്നത് കേട്ടോ. ഒപ്പം ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് FSH, LH എന്നീ ഹോർമോൺസിന്റെ പ്രൊഡക്ഷനൊക്കെ നന്നായിട്ട് ശരീരത്തിൽ ഉണ്ടാകുന്നതിനും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ തന്നെ എഗ്ഗ് വളർന്ന് പൊട്ടുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ. ഈ 2 ഡ്രിങ്ക്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഒരു ചെറിയ പീസ് കറുവപ്പട്ട നമ്മൾ എടുക്കാനായിട്ട് നോക്കുക. അതേപോലെ തന്നെ 3-4 ഗ്രാമ്പൂവും എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒന്ന് കുതിർത്താനായിട്ട് വെക്കുക. കറുവപ്പട്ട വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ചതച്ചിട്ട് വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെച്ചാലും മതി കേട്ടോ. ഒരുപാട് പൊടിയാക്കണ്ട, ചെറിയൊരു കട്ടകട്ടയായിട്ട് ഒടിച്ചിട്ടാണെങ്കിലും നിങ്ങളത് ഇട്ട് വെച്ചാൽ മതി. അതിനുശേഷം പിറ്റേ ദിവസം അതേ വെള്ളം തന്നെ എടുത്തിട്ട് അത് പകുതിയായിട്ട് ചുരുങ്ങുന്നത് വരെ ഹാഫ് ബോയിൽ ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം വെറും വയറ്റിൽ ഓവുലേഷൻ ഡേറ്റ് വരെ മാത്രം നിങ്ങൾ ഈ ഡ്രിങ്ക്സ് യൂസ് ചെയ്താൽ മതി കേട്ടോ. പീരിയഡ്സിന്റെ ബ്ലീഡിങ് നിൽക്കുന്ന ദിവസം മുതൽ ഓവുലേഷൻ പ്രതീക്ഷിക്കുന്ന ദിവസം വരെ മാത്രം വെറും വയറ്റിൽ ഇത് ഉപയോഗിച്ചാൽ മതി. നിങ്ങൾ ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ ഹസ്ബൻഡിനും ഇത് കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ സ്പോമിന്റെ ക്വാളിറ്റി നന്നായിട്ടുണ്ടാകുന്നതിനും മോട്ടിലിറ്റിയും കൗണ്ടും ഒക്കെ എൻഹാൻസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസസും വർദ്ധിപ്പിക്കുന്നുണ്ട് കേട്ടോ. പുരുഷന്മാർക്ക് ഗ്രാമ്പു വെള്ളവും അതുപോലെ കറുവപ്പട്ട വെള്ളം കൊടുക്കാനായിട്ട് സ്ത്രീയുടെ ഓവുലേഷൻ ഡേറ്റ് വരെ മാത്രം കൊടുത്താൽ മതി. സ്ത്രീകൾക്ക് പീരിയഡ്സ് ഉണ്ടാവുന്ന സമയം മുതൽക്ക് നമ്മുടെ ഓവുലേഷൻ പ്രതീക്ഷിക്കുന്ന സമയം വരെ ഹസ്ബൻഡിന് ഇത് കൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ. വേറെ യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഈ ഒരു ഡ്രിങ്ക് യൂസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇനി എന്തെങ്കിലും സൈഡ് എഫക്ട്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ മാറ്റങ്ങൾ ടയർഡ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഡ്രിങ്ക്സ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഹോർമോൺ സപ്ലിമെന്റ്സ് എടുക്കുന്നവർക്കും പ്രഗ്നൻസി ആകാൻ വേണ്ടിയിട്ട് മറ്റുള്ള ട്രീറ്റ്മെന്റ്സ് IVF പോലുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുക്കുന്നവർക്കും ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ലെട്രസോളും അതുപോലെ മറ്റുള്ള ക്ലോമിഫെൻ സിട്രേറ്റ് പോലുള്ള മെഡിസിൻസ് എടുക്കുന്നവർക്കും കണ്ണും പൂട്ടി ഈ ഒരു ടിപ്സ് ഫോളോ ചെയ്യാവുന്നതാണ്. യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ. അടുത്തതായിട്ട് അവർ ഫോളോ ചെയ്തത് നട്ട്സ് കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. കാഴ്ചയിൽ ഇത്തിരി കുഞ്ഞന്മാരാണെങ്കിലും ഒരുപാട് ബെനിഫിറ്റ്സുകൾ നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവന്ന് തരുന്ന പവർ പാക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് നട്ട്സ് അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് കേട്ടോ. അതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ആ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള നട്ട്സ് നമ്മൾ മേടിച്ചിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ അവർ കഴിച്ചിട്ടുള്ള നട്ട്സും അതിൽ കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇനി അങ്ങോട്ടേക്കുള്ള പോർഷനിൽ പറയാം കേട്ടോ. ഇവിടെ ഞാൻ ഏറ്റവും ആദ്യം സംസാരിക്കാനായിട്ട് പോകുന്നത് ഫോക്സ് നെറ്റിനെ പറ്റിയിട്ടാണ്. ഫോക്സ് നെറ്റ് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ കുറച്ചൊന്ന് ഹെവി ആയിട്ടുള്ള സ്റ്റോറുകളിലും ഒക്കെ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടുന്നതാണ്. ഈ ഫോക്സ് നെറ്റ് അല്ലെങ്കിൽ നമുക്ക് മഖാന എന്ന് പറയുന്നത് ഇത് ഒരുപാട് ഗുണങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നൽകുന്നതാണ്. ഈ മഖാന ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ ഒരുപാട് ഇൻക്രീസ് ചെയ്യുന്നു, ഫീമെയിൽ ഫെർട്ടിലിറ്റിയെ ഒരുപാട് ഇൻക്രീസ് ചെയ്യണം.
അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിന്റെ ലൈനിങ്ങിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മളിൽ ഉണ്ടാകുന്ന ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിളും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ബ്ലീഡിങ്ങും പ്രിവെന്റ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു. അത് മാത്രമല്ല നമ്മുടെ സെർവിക്സിനെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. PCOD തൈറോയിഡ് മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് അതിനെ ഒരുപാട് ക്യൂർ ചെയ്യുന്നതിന് സഹായിക്കുന്നു. നമ്മുടെ വെയിറ്റ് ലോസ് കൃത്യമായിട്ട് കൊണ്ടുവരുന്നതിനെ സഹായിക്കുന്നു. ഓവറീസിന്റെ ഹെൽത്തിനെ സഹായിക്കുന്നു. അങ്ങനെ ഓവറോൾ നമ്മുടെ ആ ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ ഇത് സഹായിക്കുന്നു. ഇനി പുരുഷന്മാരിലെ ഏർലി ഇജാക്കുലേഷൻ സംഭവിക്കുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും പുരുഷന്മാരുടെ സ്പേമിന്റെ കൗണ്ട് കൂട്ടുന്നതിനും അതിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും ഫോക്സിനട്ട് കഴിക്കുന്നത് സഹായിക്കുന്നു. ഈ ഫോക്സിനട്ടിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ, ഫൈബർ, മാഗ്നീഷ്യം, സിങ്ക്, പൊട്ടാസ്യം എന്നിവ നിങ്ങളിൽ ഫെർട്ടിലിറ്റി ഒരു പരിധിവരെ നല്ലതായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു. ഈ ഫോക്സിനട്ട് നമ്മൾ മേടിച്ചിട്ട് ഇപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഫോക്സിനട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഡയറക്റ്റ് കഴിക്കാവുന്നതാണ്. അല്ലാത്ത രീതിക്കുള്ള ഫോക്സിനട്ടാണ് നിങ്ങൾക്ക് മേടിക്കാനായിട്ട് കിട്ടുന്നതെങ്കിൽ അത് നിങ്ങളൊരു പാനിലെടുത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് അതിങ്ങനെ ഞെക്കി നമ്മളിങ്ങനെ അമർത്തുന്ന സമയത്ത് ഒരു പൊട്ടുന്നൊരു സൗണ്ട് കേൾക്കില്ലേ, അതുവരെ നിങ്ങൾ നല്ലതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഫ്രൈഡ് ആയിട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഫോക്സിനട്ട് നിങ്ങൾ കഴിക്കേണ്ടത് 3, 4, 5 മാക്സിമം അത്രയും നിങ്ങൾ ഫോക്സിനട്ട് എടുത്ത് കഴിച്ചാൽ മതിയാവും കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ഈ ഫോക്സിനട്ടിന്റെ കൂടെ തന്നെ എടുത്ത് കഴിക്കേണ്ട ഒന്നാണ് ഒരു ഡ്രൈ ഫ്രൂട്ടാണ് ബ്ലാക്ക് റൈസിൻ അഥവാ ഉണക്കമുന്തിരി എന്ന് പറയുന്നത്. ഉണക്കമുന്തിരി നമ്മൾ വെള്ളത്തിലിട്ട് തലേ ദിവസം നമ്മളൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിലൊക്കെ നമ്മൾ കുടിക്കുന്നത് ഈ ഒരു നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. ഈ ബ്ലഡ് ഫ്ലോ നമ്മുടെ ഓവറീസിന്റെ ഭാഗത്തോട്ടും നമ്മുടെ യൂട്രസിന്റെ ഭാഗത്തോട്ടും കൂടുതലായിട്ട് പോവുകയാണെങ്കിൽ ഈ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് മൂലം നമ്മുടെ ഒരു എംബ്രിയോ നന്നായിട്ട് വളരുന്നതിനുള്ള വിറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ അതിലോട്ട് എത്തിച്ചു കൊടുക്കുന്നതിനും ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനും അത് സഹായിക്കുന്നു. അത് മാത്രമല്ല നമ്മളുടെ ശരീരത്തിന്റെ ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നതിനും അത് സഹായിക്കുന്നു. ഉണക്കമുന്തിരിയും നിങ്ങൾക്ക് ഒരു 5 എണ്ണമൊക്കെ എടുത്തിട്ട് അത് വെള്ളത്തിലിട്ട് കുതിർത്തിയതിനു ശേഷം നിങ്ങൾക്ക് കഴിക്കാം. അതല്ല എങ്കിൽ ഈ ഫോക്സിനട്ട് കഴിക്കുന്നതിനോടൊപ്പം ഒരു പ്ലേറ്റിൽ നമ്മൾ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതൊരു 5 എണ്ണം നിങ്ങൾ എടുത്തിട്ട് കഴിച്ചാൽ മതിയായിരിക്കും കേട്ടോ. മൂന്നാമത്തേന്ന് പറയുന്നത് ബദാമും നാലാമത്തേന്ന് പറയുന്നത് വാൾനട്ടും ആണ്. ഈ ബദാമിനെയും വാൾനട്ടിനെയും പറ്റിയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അതിനെപ്പറ്റി ഞാൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. ഈ വാൾനട്ടും അതുപോലെ ബദാമും നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഒരുപാട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന നട്ട്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നമുക്ക് ഇതിനെ രണ്ടിനെയും പെടുത്താവുന്നതാണ്. ഇതിൽ അടങ്ങിയിട്ടുള്ള omega-3, omega-6, ഫൈബർ, സിങ്ക്, കാൽസ്യം, മാഗ്നീഷ്യം എന്നിവ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് ഓവറോൾ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഈ വാൾനട്ടിലും മാഗ്നീഷ്യവും കോപ്പറും omega-3യും omega-6ഉം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഫൈബർ, വിറ്റമിൻ ഇ ഇതെല്ലാം വാൾനട്ടിലും അടങ്ങിയിട്ടുണ്ട്. ഈ വാൾനട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇതുപോലെ നിങ്ങൾ ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് ഞാൻ ഈ പറയുന്ന ഐറ്റംസ് നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. കുറച്ച് ഫോക്സ്നട്ട് എടുക്കുക, കുറച്ച് ഉണക്കമുന്തിരി എടുക്കുക, ഒരു 3, 4, 5 ഉണക്കമുന്തിരി എടുക്കുക, ഒരു 4 ബദാം എടുക്കുക, അതുപോലെ 1, 2 വാൾനട്ട് നിങ്ങൾ എടുക്കുക. പിന്നെ അടുത്തതായിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഡ്രൈ ഫിഗ് ആണ്. ഡ്രൈ ഫിഗ് എന്ന് പറയുന്നത് നമ്മൾ ഉണങ്ങിയ അത്തിപ്പഴം നിങ്ങൾക്ക് ഡ്രൈ ഫിഗ് ആയിട്ട് മേടിക്കാനായിട്ട് കിട്ടും. നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ ഈ ഡ്രൈ ഫിഗ് മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ. ഈ ഡ്രൈ ഫിഗിൽ ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്, അയേൺ അടങ്ങിയിട്ടുണ്ട്, സിങ്ക് ഉണ്ട്, വിറ്റമിൻ B6 ഉണ്ട്, വിറ്റമിൻ B12 ഉണ്ട്, കാൽസ്യം ഉണ്ട്. ഇതും എഗ്ഗിന്റെ ഗ്രോത്തിനും ഓവുലേഷൻ നടക്കാനായിട്ടും സ്പേം ഹെൽത്തിനും ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഐറ്റംസ് ഒക്കെ നിങ്ങളൊരു എടുത്തിട്ട് ഒരു ഈവനിങ് സ്നാക്ക് ആയിട്ട് നിങ്ങൾ എടുക്കുന്നത് നല്ലതായിരിക്കും. മൂന്നാമതായിട്ട് അവർ ഫോളോ ചെയ്തത് ഫെർട്ടിലിറ്റി എക്സസൈസുകളാണ് കേട്ടോ. ഞാൻ ഒരുപാട് ലൈവ് സെഷനിൽ ഞാൻ എപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ചോദിക്കാറുണ്ട്, നിങ്ങളൊക്കെ ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അതിൽ മെജോറിറ്റി ആളുകളും ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ചെയ്യുന്നില്ല എന്നാണ് കേട്ടോ പറയുന്നത്. ഫെർട്ടിലിറ്റി എക്സസൈസുകൾ അതിനെ പറ്റിയിട്ടുള്ളൊരു മിഥ്യയായിട്ടുള്ളൊരു ധാരണ നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ചെയ്യാത്തത് കേട്ടോ. ഫെർട്ടിലിറ്റി എക്സസൈസുകൾ എന്താ, നോർമൽ എക്സസൈസ് തന്നെയല്ലേ, അതിപ്പോൾ ചെയ്യണമെന്നുണ്ടോ, ചെയ്താൽ നമുക്ക് ടയർഡ്നെസ് ഉണ്ടാവില്ലേ, ബോഡിയിൽ വേദന ഉണ്ടാവില്ലേ എന്നൊക്കെ ആലോചിച്ച് വിഷമിക്കുന്നവരാണ് കേട്ടോ ഭൂരിഭാഗം ആളുകളും. നമ്മൾ നോർമലി ചെയ്യുന്ന വെയിറ്റ് ലോസിനോ ഫാറ്റ് ലോസിനോ ഒക്കെ ചെയ്യുന്ന എക്സസൈസുകളുടെ കാറ്റഗറിയിൽ പെടുന്നവയല്ല ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് നമ്മുടെ പ്രത്യുൽപാദന അവയവങ്ങളിലോട്ടൊക്കെയും ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിച്ചിട്ട് വേഗത്തിൽ പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ് കേട്ടോ. ഫെർട്ടിലിറ്റി എക്സസൈസുകളിൽ ബട്ടർഫ്ലൈ എക്സസൈസ്, ലെഗ് അപ്പ് ദ വാൾ എക്സസൈസ്, മാലാസന വോക്ക് എക്സസൈസ്, കോബ്ര പോസ് എന്നിങ്ങനെയുള്ള എക്സസൈസുകളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അതെല്ലാം തന്നെ നമ്മുടെ എല്ലാ പ്രത്യുൽപാദന അവയവങ്ങളും നന്നായിട്ട് പ്രവർത്തിക്കുന്നതിനും അതിന് നല്ല രീതിയിൽ തന്നെ ഫെർട്ടിലൈസേഷനും ഇംപ്ലാന്റേഷനും ഒക്കെ നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ.
പല ആളുകളുടെയും പ്രഗ്നൻസി ഒരു പകുതിക്ക് വെച്ച് എത്തുമ്പോഴേക്കും കുഞ്ഞിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറവാണല്ലോ, അല്ലെങ്കിൽ എക്കോസ്പിരിൻ പോലുള്ള മെഡിസിൻസ് ഒക്കെ ഡോക്ടേഴ്സ് കൊടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ സിറ്റുവേഷൻസ് നമുക്ക് ഉണ്ടാകുന്നത് ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് കുറവ് സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് പ്രഷറിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ സംഭവിക്കുമ്പോഴോ ആണ് കേട്ടോ. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നന്നായിട്ട് ബ്ലഡ് ഫ്ലോ പ്രത്യുൽപാദന അവയവങ്ങളിലോട്ട് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നവയാണ് ഫെർട്ടിലിറ്റി എക്സസൈസുകൾ. അപ്പോൾ ഇവർ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയതുപോലെ തന്നെ നിങ്ങളും കൃത്യമായിട്ട് ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.